ഹലോ എവറി വൺ. അലക്സിസ് ഹെൻഡേഴ്സൺ എഴുതിയ ഹൗസ് ഓഫ് ഹങ്കർ എന്ന ഗോത്തിക് ഹോങ്ങർ നോവലിന്റെ ഇരുണ്ട ലോകത്തേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. വളരെ സിനിമാറ്റിക്കായ മികച്ച ദൃശ്യമികവോടെ ഈ കഥയുടെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, നിങ്ങളുടെ സ്വന്തം രക്തം വിൽക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? ശരിക്കും ഈ ഒരൊറ്റ ചോദ്യത്തിലാണ് നമ്മുടെ പ്രധാന കഥാപാത്രമായ മരിയൻ ഷേയുടെ ജീവിതയാത്രയും ഈ കഥയുടെ ആ ഒരു ഭയാനകമായ പിരിമുറുക്കവുമെല്ലാം അടങ്ങിയിരിക്കുന്നത്. പുറമേ നോക്കുമ്പോൾ അതിമനോഹരം, എന്നാൽ ഉള്ളിലോ അതിഭയാനകം. അങ്ങനെ ഒരു ലോകത്തെക്കുറിച്ചാണ് ഈ വിശകലനത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേയൊരു വഴി സ്വന്തം ജീവരക്തം വിൽക്കുക എന്നത് മാത്രമായ ഒരു അവസ്ഥ. ചിന്തിക്കാൻ പോലും പേടിയാകുന്നുണ്ട്, അല്ലേ? രക്തം ചിന്തുക എന്നതിനർത്ഥം ജീവിക്കുക എന്നതാണ്. ഈ പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു വാചകമാണിത്. നമ്മൾ ഇനി കാണാൻ പോകുന്ന ആ ലോകത്തിന്റെ മുഴുവൻ തത്വചിന്തയും ഈ ഒറ്റ വരിയിലുണ്ട്. ഭാഗം 1. പ്രേയ് നഗരത്തിലെ ചേരികൾ. ഇവിടെ നിന്നാണ് മരിയന്റെ കഥ തുടങ്ങുന്നത്. ഈ പ്രൈൻ നഗരമെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് കേട്ടോ. വളരെ മലിനമായ, വിഷപ്പുകയും അസഹനീയമായ ദുർഗന്ധവുമൊക്കെ നിറഞ്ഞ ഒരു വ്യവസായ നഗരം. ഇവിടെയാണ് മരിയനെപ്പോലുള്ള പാവം പെൺകുട്ടികൾ ലേഡി ഗെർട്രൂഡിനെപ്പോലുള്ള ക്രൂരരായ ആളുകൾക്ക് വേണ്ടി തറ തുടച്ചും മറ്റും കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്. ഈ കഥയിലെ ലോകത്തിന് ശരിക്കും രണ്ട് വ്യത്യസ്ത മുഖങ്ങളാണുള്ളത്. ഒരു ഭാഗത്ത് വ്യവസായവൽക്കരിക്കപ്പെട്ട ദാരിദ്ര്യവും പുകയും നിറഞ്ഞ തെക്കൻ പ്രദേശങ്ങൾ, മറുഭാഗത്തോ പൗരാണികമായ അധികാരവും അതിസമ്പന്നരും വലിയ മഞ്ഞുമരകളുമൊക്കെയുള്ള വടക്കൻ പ്രദേശങ്ങൾ. ഇവ തമ്മിലുള്ള ആ ഒരു വ്യത്യാസമുണ്ടല്ലോ, അത് അതിഭീകരമാണ്. ഭാഗം 2. വടക്കിന്റെ ആകർഷണം. വടക്ക് ഭാഗത്ത് പണ്ട് 27 രാജകീയ കുടുംബങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്നോ വെറും 4 പ്രധാന കുടുംബങ്ങൾക്ക് മാത്രമേ അവിടെ അധികാരമുള്ളൂ. ഹൗസ് ഓഫ് ആങ്കർ, ഹൗസ് ഓഫ് ഫോഗ്, ഹൗസ് ഓഫ് ലോക്കസ്റ്റ്സ്, പിന്നെ ഹൗസ് ഓഫ് മിറേഴ്സ്. പോയ കാലത്തിന്റെ പ്രതാപത്തിൽ അങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുകയാണിവർ. അപ്പോൾ ഈ വടക്കൻ പ്രദേശങ്ങളിലേക്ക് പോകാൻ എന്താണ് വഴി? അവിടെയാണ് ബ്ലഡ് മെയ്ഡ് എന്നൊരാശയം വരുന്നത്. ചേരികളെ പെൺകുട്ടികൾ ഈ വടക്കൻ പ്രഭുക്കന്മാർക്ക് തങ്ങളുടെ രക്തം നൽകുന്നു. പകരമായി അവർക്ക് വലിയ ആഡംബര ജീവിതം ലഭിക്കുന്നു. കേൾക്കുമ്പോൾ കൊള്ളാമെന്ന് തോന്നുമെങ്കിലും തെക്കൻ പ്രദേശങ്ങളിൽ ഇതൊരു വലിയ പാപമാണ്. തെരുവിലെ വേശ്യാവൃത്തിയേക്കാൾ മോശമായിട്ടാണ് അവിടുത്തെ പുരോഹിതന്മാരൊക്കെ ഇതിനെ കാണുന്നത്. ഭാഗം 3. എന്താണ് ഒരു ബ്ലഡ് മെയ്ഡ്? ഇനി ഈ ബ്ലഡ് മെയ്ഡ് ആവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? ഒരിക്കലുമല്ല. ആദ്യം ഒരു ടേസ്റ്ററുടെ മുന്നിൽ സ്വന്തം രക്തത്തിന്റെ ഗുണനിലവാരം തെളിയിക്കണം. പാസ്സായാൽ ഒരു കരാറിൽ ഒപ്പുവയ്ക്കണം. പിന്നെ വടക്കൻ രീതിയിലുള്ള പെരുമാറ്റങ്ങളും ചിട്ടകളും പഠിക്കുകയായി. രക്തത്തിന് നല്ല മധുരം വയ്ക്കാൻ പ്രത്യേക ഭക്ഷണങ്ങൾ വരെ കഴിക്കണം. ഇതിനെല്ലാം ശേഷം ആ പ്രഭുക്കന്മാരുടെ ദാഹം മാറ്റാൻ ഇവർ പൂർണ്ണമായും തയ്യാറാകേണ്ടതുണ്ട്. നമുക്ക് എന്താണോ അനുഭവപ്പെടുന്നത് അതാണ് നമ്മൾ ഓർമ്മിക്കുന്നത്. എന്നാൽ വേദനയേക്കാൾ ഓർമ്മിക്കപ്പെടുന്ന മറ്റൊരു വികാരവുമില്ല. മാഡം ബൗച്ചറി എന്ന കഥാപാത്രം നൽകുന്ന ക്രൂരമായ പരിശീലനത്തിലൂടെ മരിയൻ പഠിക്കുന്ന പാഠമാണിത്. അതായത് അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ വേദനയെ സഹിക്കാനും തികഞ്ഞ വിധേയത്വം കാണിക്കാനും അവൾ പഠിച്ചേ തീരൂ. ഭാഗം 4. ദി ഹൗസ് ഓഫ് ഹങ്കർ. അങ്ങനെ അവസാനം മരിയൻ തന്റെ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചേരുകയാണ്. 6 നിലകളുള്ള ഒരു വലിയ ഇരുണ്ട കുരുക്ക് പോലെയുള്ള ഒരു ഭവനം. അവിടെയെങ്ങും വറുത്ത മാംസത്തിന്റെയും കാപ്പിക്കുരുവിന്റെയും പിന്നെ ബ്ലഡ് വൈനിന്റെയും ഒക്കെ ഒരു വല്ലാത്ത ഗന്ധമുണ്ട്. ചുറ്റും മദ്യപിച്ചാഘോഷിക്കുന്ന പ്രഭുക്കന്മാരും അമ്പരപ്പിക്കുന്ന സമ്പത്തും. പക്ഷേ ഈ സുഗന്ധങ്ങൾക്കെല്ലാം അടിയിലായി പച്ചമാംസത്തിന്റെയും രക്തത്തിന്റെയും ഒരു നേർത്ത ദുർഗന്ധം എപ്പോഴും അവിടെ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നുവെന്നത് മറ്റൊരു സത്യം. ഇവിടെ വെച്ചാണ് നമ്മൾ കൗണ്ടസ് എലിസബത്തിനെ പരിചയപ്പെടുന്നത്. ഈ ഭവനത്തിന്റെ വളരെ ക്രൂരയായ എന്നാൽ അത്ര തന്നെ ആകർഷകയായ ഭരണാധികാരി. ഈ എലിസബത്തിലൂടെയാണ് നമ്മൾ ദി ഹങ്കർ, അതായത് ഒരിക്കലും അടങ്ങാത്ത വിശപ്പ് എന്ന ആ പാരമ്പര്യ അസുഖത്തെക്കുറിച്ച് അറിയുന്നത് തന്നെ. ശരിക്കും പറഞ്ഞാൽ ഈ ഭവനത്തിലെ ആദ്യത്തെ പ്രഭുവിൽ നിന്നും അവർക്ക് തലമുറകളായി കൈമാറിക്കിട്ടിയ ഒരു ശാപം കൂടിയാണത്. ഭാഗം 5. ഭയാനകമായ കണ്ടെത്തൽ. കഥയിലെ ഏറ്റവും ഞെട്ടിക്കുന്ന വഴിത്തിരിവാണത്. മരിയൻ അവിടെ ഭയാനകമായ ഒരു കാഴ്ച കാണുന്നു. അതൊരു മനുഷ്യ ശരീരമായിരുന്നു. തിരിച്ചറിയാൻ കഴിയാത്ത വിധം കരിഞ്ഞുപോയൊരു ശരീരം. അതെ, ഈ വടക്കൻ പ്രഭുക്കന്മാരുടെ യഥാർത്ഥവും പൈശാചികവുമായ നരഭോജി സ്വഭാവം എന്താണെന്ന് മരിയൻ നേരിൽ കാണുകയാണ്. ആ കെട്ടിടത്തിന്റെ ഏറ്റവും അടിയിലുള്ള ഇരുണ്ട തടവറകളിൽ തനിക്ക് മുമ്പ് അവിടെ വന്നിരുന്ന ബ്ലഡ് മെയ്ഡുകളെ മരിയൻ കണ്ടെത്തുന്നുണ്ട്. അവരുടെ അവസ്ഥയോ, തൊലിയെല്ലാം ചുക്കിച്ചുളിഞ്ഞ് എല്ലുകളിൽ നിന്ന് വേർപെട്ട് എല്ലാവരും അവിടെ കിടന്ന് നരകിച്ച് മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കേൾക്കുമ്പോൾ തന്നെ ഒരു വിറയൽ വരുന്നുണ്ടല്ലേ? അവളുടെ ഇടത് കണ്ണ് രക്തം കൊണ്ട് നിറഞ്ഞിരുന്നു. അവൾ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
ആ വടക്കൻ പ്രഭുക്കന്മാരുമായി ഉണ്ടാക്കിയ കരാറിന്റെ യഥാർത്ഥ ഭീകരത എന്തായിരുന്നുവെന്ന് നമുക്കിവിടെ വ്യക്തമാവുകയാണ്. എന്തുമാത്രം വലിയൊരു വഞ്ചനയാണതെന്നോ! ഈ പ്രഭുക്കന്മാർ ബ്ലഡ്മെയ്ഡുകളുടെ രക്തം കുടിക്കുക മാത്രമല്ല ചെയ്തിരുന്നത്, അവരെ ക്രൂരമായി പീഡിപ്പിക്കുകയും അവസാനം ആ ശരീരം മുഴുവനായി തിന്നു തീർക്കുകയും ചെയ്തിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ, അവർക്ക് നൽകിയിരുന്ന ആ ആഡംബര ജീവിതമുണ്ടല്ലോ, അത് വെറുതെ അറക്കാൻ കൊണ്ടുപോകുന്ന മൃഗങ്ങളെ തടിപ്പിക്കാൻ തീറ്റ കൊടുക്കുന്നതിന് തുല്യമായൊരു വലിയ ചതി മാത്രമായിരുന്നു. പാവങ്ങളുടെ ചോരയിലും കണ്ണീരിലും കെട്ടിപ്പടുത്തതാണ് ഈ കാണുന്ന വലിയ സാമ്രാജ്യമൊക്കെയും. പ്രേൻ നഗരത്തിലെ ആ മാലിന്യം നിറഞ്ഞ ചേരികളിൽ ജീവിക്കുന്നതിനേക്കാൾ എത്രയോ ഭയാനകമാണ് ഈ നരഭോജികളായ പ്രഭുക്കന്മാരുടെ ഭക്ഷണമേശയിൽ നിന്നും ജീവനോടെ രക്ഷപ്പെടുക എന്നത് മരിയൻ പതിയെ തിരിച്ചറിയുകയാണ്. അപ്പോൾ അവസാനിപ്പിക്കുന്നതിനു മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. വെറുമൊരു ആഡംബരമെന്ന താൽക്കാലികമായ മിഥ്യാബോധത്തിനുവേണ്ടി സ്വന്തം ജീവനും ശരീരവും പൂർണ്ണമായി ഇല്ലാതാകാൻ ആരെങ്കിലും അനുവദിക്കുമോ? ഹൗസ് ഓഫ് ഹങ്കർ കാണിച്ചു തരുന്ന ഈ വർഗ്ഗവിവേചനത്തിന്റെയും അത്യാഗ്രഹത്തിന്റെയും ചൂഷണത്തിന്റെയും ഭയാനകമായ മുഖത്തെക്കുറിച്ചുള്ള ഈ ചിന്ത നിങ്ങൾക്ക് മുന്നിൽ വിട്ടുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ സിനിമാറ്റിക് വിശകലനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും കാണാം.